ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ്, ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സൈലൻസറിൻ്റെ ഗാർഡ് ലൂസായി കിടക്കുന്നുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ഭാഗം തുടങ്ങി, ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റിയിടുന്ന സമയത്തേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പനി വരുന്ന മോഡൽ യൂസ് ചെയ്യണോണ്ട് കുറച്ചുകൂടി ബെറ്റർ. സാപ്പർ മോഡൽ എന്ന് പറയും. അതിപ്പോൾ കമ്പനി ഇപ്പോൾ ഏതെടുത്താലോ, ഇപ്പോൾ MRF സിയറ്റോ അപ്പോളോ ഏതെടുത്താലും സാപ്പർ മോഡലിലേക്ക് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമുക്ക് കംഫർട്ട് അതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയാന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് കമ്പനി ഫിൽട്ടർ തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ സർവീസിനോടനുബന്ധിച്ച് തന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിൻ്റെ ബെൽറ്റ്, ബോസ് ഡ്രൈവ് തുടങ്ങിയിട്ട് റോളർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചണം. നിലവിൽ ഓയിൽ വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറടക്കം എൻ്റെ യൂണിറ്റാണത്. നിലവിൽ അതിൻ്റെയും കണ്ടീഷൻ മോശം, ഇതൊക്കെ പുതിയതാണ് കിടക്കുന്നത്, വലിയ പഴക്കമായിട്ടില്ല. പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ബെൻഡെക്സ് യൂണിറ്റാണത്. അതിൻ്റെ ഈ സൈഡിൽ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ അത് ഒരഞ്ഞ് ഈ ഭാഗം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ആ പൊട്ടിയേക്കണ കവർ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് പരമാവധി ഉപയോഗിക്കാം. കാരണം ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുണ്ടോ, അതേപോലെ തന്നെ തിരിച്ച് കയറി പോകണം കടിക്ക്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം കാണിച്ച് ഇതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്, സെൽഫ് സ്റ്റക്കായ പോലെ നിൽക്കും, സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അതാണ് ബെൻഡെക്സിൻ്റെ പ്രോബ്ലമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ കവറൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാൻ തൽക്കാലം നമുക്ക് അങ്ങനെ ഓടിക്കുക. ഏകദേശം ഒരു 1000-1100 നമുക്ക് ചിലവ് വന്ന സംഭവമാണത്. അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക. സെൽഫിൻ്റെ പ്രശ്നം ഡയറക്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് അഴിച്ച് മാറ്റിക്കളയാം കേട്ടോ. ഓൾറെഡി താമസമില്ലാണ്ട് ചിലപ്പോൾ അടുത്ത സർവീസിനുള്ളിൽ തന്നെ കാണിച്ചേക്കാം, അല്ലെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സാണത് കേട്ടോ. തൽക്കാലത്തേക്ക് നമുക്ക് ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ പീസെറ്റ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റിൻ്റെയും പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലമൊന്നുമില്ല കേട്ടോ. ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, പഴക്കമായിട്ടില്ല. ക്ലച്ച് ഔട്ടറൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് വരുന്ന കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബെൻഡെക്സ് മാത്രമാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. അത് തൽക്കാലം നമ്മളൊന്ന് ഈ കപ്പ് കട്ട് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കണുണ്ട്. ബെൻഡെക്സ് സെൽഫിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ചത് റെഡി ആക്കിയാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം ബെൽറ്റൊക്കെ ഉരഞ്ഞിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, ക്ലച്ചിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും ചെറിയൊരു ഓയിലിൻ്റെ നനവ് പോലെ ഉണ്ട്, പക്ഷേ ഒരു ഗ്യാസ്കറ്റ് മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല. പിന്നെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ചോക്ക് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ കേബിളും നമ്മൾ നോക്കി, ആക്സിലേറ്റർ കേബിളും വലിയ പഴക്കമായിട്ടില്ല. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് റണ്ണിങ്ങിൽ ഓഫായി പോവുക, വലിയ കുറവ്, മിസ്സിങ്, ഓവർഫ്ലോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാർബറേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് അഴിക്കുന്നില്ല. അങ്ങനെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുമില്ല ഓൾറെഡി ജോബ് കാർഡിൽ. നിലവിൽ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറൊരു കംപ്ലയിൻറ്റോ ലക്ഷണങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാർബറേറ്റർ ഒഴിവാക്കിയാണ് കേട്ടോ. കാർബറേറ്റർ അഴിക്കുന്നില്ല, സർവീസിനോടനുബന്ധിച്ച് തന്നെ അതിനകത്ത് വന്നതല്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ അടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ലൈനറിന് അടക്കണേ, പുത്തൻ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഫ്രണ്ടിൽ വന്ന വർക്ക്. കേബിളുകളൊക്കെ ആയാലും പുതിയ കേബിളുകളാണ്. വീൽ ബെയറിങ് ഫ്രണ്ടിലത്തെ വേറെ പ്രോബ്ലമൊന്നുമില്ല, പക്ഷേ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ടയർ ഒട്ടും കട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് ശരിക്കും. കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഒരു പാളിച്ച, ഹാൻഡിലുമായി ബലം അനുഭവപ്പെടുന്നതും പാളിച്ചയൊക്കെ കാണിക്കുന്നത് ഈ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. ശരിക്കും ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെയായാലും കമ്പനി ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കമ്പനി ടയർ നമ്മൾ കമ്പനി പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാപ്പർ മോഡലാണ്, അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേ അളവ് തന്നെ, 10 ഇഞ്ച് തന്നെ തന്നെ. അപ്പോൾ അത് ഫ്രണ്ടിൽ യൂസ് ചെയ്യുമ്പോഴും ബാക്കിൽ യൂസ് ചെയ്യുമ്പോഴും അതേപോലെ കമ്പനി വരുന്ന മോഡൽ തന്നെ യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ടയറിൻ്റെ കേസും കൂടി ഉൾപ്പെടുത്താം, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. റിപ്ലൈ കിട്ടി നിങ്ങൾ പെർമിഷൻ കിട്ടാണ്ട് എന്തെങ്കിലും ചെയ്യില്ല. ഞങ്ങൾ കണ്ട കംപ്ലയിൻറ്റുകൾ ശ്രദ്ധപ്പെടുത്തി അത് എസ്റ്റിമേറ്റിലാക്കണമെന്നുള്ളൂ, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബാറ്ററി നമ്മളൊന്ന് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, 13.4 വരെ കിട്ടുന്നുണ്ട് വോൾട്ട്. നമ്മൾ ലോഡ് ചെയ്യണ സമയത്ത് നോക്കുമ്പോഴത്തേക്കും 8.75 വരെ വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് കുഴപ്പമില്ല എന്നുള്ളതാണ് ബാറ്ററിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ. പഴക്കം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 4 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒരു പക്ഷേ
വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗും നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയൊക്കെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയിട്ടാണ് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ കൂടെ നടത്തി വിടുന്നുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ ഇവിടെ വരുന്ന ഇത് ഓവലായി പോയേക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം 2 വാഷ് ഇട്ട് നമുക്ക് ആ ബോൾട്ട് മാറ്റി സാധാ ബോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് പിടിപ്പിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വർക്കായിട്ട് വന്ന മെയിനായിട്ട് തന്നെ വർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതായത് ഫ്രണ്ടിലത്തെ ടയർ അടക്കം, കാരണം ബാക്കിലത്തെ ടയർ കുറച്ചും കൂടി അവിടെ ഉണ്ട്, ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നേനാണ്. അപ്പോൾ ഫ്രണ്ട് ടയർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. അത് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. പരമാവധി വീഡിയോ കണ്ടുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് പറ്റും, വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.